Dear student, Assalamu alaikum. Then let us start our new chapter, mensuration. Okay, our 11th chapter, mensuration. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മെഷർമെൻറ്റ്സ്. ഇപ്പോൾ നമുക്ക് ഫോർ സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗർ നമുക്കറിയാം റെക്റ്റാങ്കിൾ. ദെൻ നെക്സ്റ്റ് സ്ക്വയർ. 3 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ നമുക്കറിയാം ട്രയാങ്കിൾ. ഓക്കെ, ദെൻ കോഡിലാറ്ററൽ എക്സെട്ര, ട്രപ്പീസിയം, പാരലോഗ്രാം എക്സെട്ര. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്ലോസ്ഡ് ഫിഗേഴ്സിൻ്റെ ഏരിയ, സർഫസ് ഏരിയ അതൊക്കെ കണ്ടുപിടിക്കാനും പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാവുന്ന ചില ക്ലോസ്ഡ് ഫിഗേഴ്സിൻ്റെ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ട്. അത് നോക്കാം. പേജ് നമ്പർ 170. പേജ് നമ്പർ 170 കണ്ടോ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? പേജ് നമ്പർ 170 അതിൽ ഫസ്റ്റ് കണ്ടോ ഡയഗ്രാം, ഷേപ്പ്, ഏരിയ. അപ്പോൾ ഫസ്റ്റത്തെ ഡയഗ്രാം നമുക്കറിയാം റെക്റ്റാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? റെക്റ്റാങ്കിൾ. ദെൻ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ നമുക്കറിയാം ലെങ്ത്തിന് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? പി എ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കാണുന്നത് എന്താണ്? സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ സൈഡ്സിൻ്റെ ലെങ്ത് ഏത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് എന്താ പറയും? സൈഡ് ഇൻറ്റു സൈഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ട്രയാങ്കിൾ ആണ് അല്ലേ? ട്രയാങ്കിൾ നമുക്കറിയാം 3 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ബേസ് ബിയും കറസ്പോണ്ടിങ് ഹൈറ്റ് എച്ചും ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരലോഗ്രാം ആണ് അല്ലേ? നെക്സ്റ്റ് ഒരു ഷേപ്പ് എന്താണ്? പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ബേസ് ബിയും കറസ്പോണ്ടിങ് ഹൈറ്റ് നമുക്ക് എച്ച് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഫിഗറാണ് നമുക്ക് വരുന്നത് എന്താണ്? സർക്കിൾ അല്ലേ? നമുക്കറിയാം സർക്കിളിന് സെൻറ്റർ ഉണ്ടാവും, റേഡിയസും. അപ്പോൾ റേഡിയസ് നമ്മൾ 6 മാർക്ക് ചെയ്താൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? പൈ ആർ സ്ക്വയർ. പൈ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ എന്താ വരിക? 22/7 ഓർ 3.14. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. എക്സസൈസ് 11.1 നോക്കാം. എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് എന്താക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് 11.1 എക്സാമ്പിൾ 3 ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ എക്സാമ്പിൾ 3 എന്താണ് പറയുന്നത്? The shape of a garden is rectangle in the middle and semicircular at the ends as shown in the diagram. Find the area and the perimeter of this garden. Okay, അപ്പോൾ ഒരു ഗാർഡൻ ഉണ്ടല്ലേ അവിടെ? ആ ഗാർഡൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? നടുവിലായിട്ട് റെക്റ്റാങ്കിൾ, പിന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ 2 എൻഡിങ്ങിലും സെമി സർക്കുലർ പോർഷൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാർഡൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, ഗാർഡൻ്റെ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കണം, കൂടാതെ പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് അല്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റളവ്. കണ്ടോ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം നോക്കാം അല്ലേ? ബട്ട് ഇവിടെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെങ്ത്ത്, ബ്രെഡ്ത്ത് അതൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്തൊക്കെയാണത്? 20 മീറ്റർ ആണ്. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ളത് 20 മീറ്റർ ആണ്. ഈ ഒരു ലെങ്ത്ത് എത്ര വരുന്നത്? 7 മീറ്റർ ആണ് അല്ലേ? 7 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ്. ഇനി ഇതിലൂടെ നമുക്കിതിൻ്റെ ഈ ഗാർഡൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, ഗാർഡൻ്റെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ,
യെസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയില്ല. ബട്ട് ഈ ഒരു ഷേപ്പ് ഏതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? ഉള്ളിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെയും സെമി സർക്കിൾ പാർട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഗാർഡൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിലുള്ള റെക്റ്റാങ്കിളിൻ്റെ പേര് കൊടുക്കാം, ABCD എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഗാർഡൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD പ്ലസ് ഇവിടെ ഒരു സെമി സർക്കിൾ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഒരു സെമി സർക്കിൾ പോർഷൻ ഉണ്ട്. ഈ സെമി സർക്കിൾ രണ്ടിൻ്റെ ഏരിയ നമുക്ക് വേണം ഈ ഒരു ഗാർഡൻ്റെ ഏരിയയിലേക്ക് അല്ലേ? അപ്പം നിങ്ങൾ നോക്കി, ഈ സെമി സർക്കിളിൻ്റെ ഏരിയ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? റേഡിയസ് വേണം. എന്തായാലും എന്ത് വേണം? റേഡിയസ് നമുക്ക് നിർബന്ധമാണ്. ബട്ട് ഇതിൻ്റെ റേഡിയസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററാണ് ഈ BC എന്ന് പറയാം കേട്ടോ. ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററാണ് BC. BC എന്ന് പറഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ളത്, അതായത് ബ്രെഡ്ത്ത് എന്ന് പറയാം നമുക്ക് അല്ലേ, അത് എത്രയാണ്? 7 മീറ്റർ ആണ്. അപ്പം നിങ്ങൾ മാർക്ക് ആദ്യം ആലോചിച്ച് വെക്കണത് BC എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് സെമി സർക്കിൾ ആണ്. അത് എത്രയാണ്? 7 ആണ്. അപ്പോൾ ഡയമീറ്റർ 7 ആണെങ്കിൽ റേഡിയസ് എന്ത് വരും? 7/2, ദാറ്റ് ഈസ് 3.5. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ നമുക്കിവിടെ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, എളുപ്പത്തിന് വേണ്ടിയിട്ട്, ചുരുക്കത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ സെമി സർക്കിളിൻ്റെതും ഈ സെമി സർക്കിളിൻ്റെ ഏരിയയും കൂടി ചേരുമ്പം ഒരു സർക്കിളിൻ്റെ ഏരിയ ആകും അല്ലേ? അപ്പോൾ നമുക്കിവിടെ πr² കണ്ടാൽ മതി. കാരണം രണ്ട് സെമി സർക്കിളിൻ്റെ റേഡിയസ് സെയിം ആണ്. അതുകൊണ്ട് ഈ രണ്ട് സെമി സർക്കിളും കൂട്ടി ഒരുമിച്ചാണ് കണ്ടാൽ മതി ഏരിയ, അതായത് πr² കണ്ടാൽ മതി അല്ലേ? ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD. ഈ ABCD എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്കറിയാം 20 ആണോ ലെങ്ത് എന്താ വരിക? റെക്റ്റാങ്കിളിൻ്റെ ABCD എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നോക്കുക നിങ്ങൾ. DC ആണ് ലെങ്ത് വരുന്നത്, DC. ആ DC എങ്ങനെ കണ്ടുപിടിക്കുക? DC എന്ന് പറയുന്നത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ നമുക്കറിയാം 20 ആണ്. അപ്പോൾ ഈ 20ന്ന് ഏതൊക്കെ സബ്ട്രാക്ട് ചെയ്താൽ മതി? ഈ ലെങ്ത്തും സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? ടോട്ടൽ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 20 ആണ്. ആ 20ന്ന് ഈ ലെങ്ത്തും സബ്ട്രാക്ട് ചെയ്താൽ മതി. ബട്ട് ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ AD തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആയിരിക്കും ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്. ഇതിൻ്റെ റേഡിയസ് ആയിരിക്കും ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്. അപ്പോൾ റേഡിയസ് നമുക്ക് 3.5 ആണ്. അപ്പോൾ ഇവിടെ 3.5, ഇവിടെയും 3.5. അപ്പോൾ ടോട്ടൽ 7 ആണ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 20ന്ന് ടോട്ടൽ 7 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ബ്രെഡ്ത്ത് 7 തന്നെ, കാരണം BC തന്നെയാണല്ലോ 7. അപ്പോൾ നമുക്കിവിടെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 13 × 7 പ്ലസ് πr². അപ്പോൾ πr² എന്നാണ്. അപ്പോൾ പൈൻ്റെ വാല്യൂ നമുക്ക് 22/7 എന്ന് കൊടുക്കാം. ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എന്താ വരുന്നത്? 3.5. അപ്പോൾ 3.5 × 3.5. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി 3.5 7 സിംപ്ലിഫൈ ചെയ്യാം. 3.5 3.5 1 ടൈം, 7 3.5 2 ടൈംസ്. ഓക്കെ, ഇനി 22ന് 2ന് സിംപ്ലിഫൈ ചെയ്യാം. ഇനി ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അതായത് 13 × 7 പ്ലസ് 11 × 3.5. നമുക്ക് എന്തായി? ഈ ഒരു ഗാർഡൻ്റെ ഏരിയ ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചുറ്റളവാണ്. ഈ ഗാർഡൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടേണ്ടത്? ഈ ലെങ്ത് കിട്ടണം, ഈ കർവ്ഡ് ലെങ്ത് കിട്ടണം, ഈ ലെങ്ത് കിട്ടണം, ഈ കർവ്ഡ് ലെങ്ത്തും കിട്ടണം. അപ്പോൾ എന്തായി? പെരിമീറ്റർ ആയി. അപ്പോൾ പെരിമീറ്റർ ഓഫ് ഗാർഡൻ എന്തായിരിക്കും വരിക? നമുക്ക് AB റെക്റ്റാങ്കിളിൻ്റെ AB അത് എത്രയായിരിക്കും? റെക്റ്റാങ്കിളിൻ്റെ AB എത്രയായിരിക്കും? ABയും DCയും ഈക്വൽ അല്ലേ? അപ്പോൾ DC നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു 13. അപ്പോൾ AB 13 പ്ലസ് നമുക്ക് ഈ ഒരു കർവ്ഡ് കിട്ടണം, അതായത് സർക്കിളിൻ്റെ ഈ ഒരു കർവ്ഡ് പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കിട്ടണം അല്ലേ? അതേപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു കർവ്ഡ് പാർട്ട്. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ ആണല്ലേ വരിക ഇവിടെ? യെസ്, അതായത് 2πr. ഈ 2πr എന്താണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ്. ആ 2πr എന്താണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ്.
ആ 2πr എന്താണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടി. പിന്നെ ഈ കർവ്ഡ് പാർട്ടും ഈ കർവ്ഡ് പാർട്ടും പെരിമീറ്റർ ആയിട്ടുള്ള 2πr ആണ്. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ ഒരു 30 ഉണ്ടാവില്ലേ? ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള ഒരു 30. ഓക്കെ, 2πr 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് എന്താ വരിക? ഈ സർക്കിളിൻ്റെ അതായത് ഈ രണ്ടും കൂടി സെമി സർക്കിൾ സർക്കിളാണല്ലോ, അതിൻ്റെ റേഡിയസ് 3.5 പ്ലസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 13 പ്ലസ് ഈ 7 3.5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 2 22 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ 13 പ്ലസ് 2 ഇൻറ്റു 11 22 പ്ലസ് 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? പെരിമീറ്റർ ആയി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഏരിയ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, നിങ്ങൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 2ഉം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. എക്സസൈസ് സെയിം എക്സസൈസ് കേട്ടോ. 11.1 എക്സാമ്പിൾ 5ഉം 4ഉം 3ഉം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏരിയ ഓഫ് ട്രപ്പീസിയം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം. വാട്ട് ഈസ് ട്രപ്പീസിയം? ആദ്യം എന്താണെന്ന് അറിയാം. ട്രപ്പീസിയം എന്താണെന്ന് അറിയാം അല്ലേ? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? pair of one pair of opposite side parallel. Yes, only one pair of parallel opposite sides. Only one pair of, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും എഴുതി വെക്കുക. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ only one pair of parallel opposite sides. Only one pair of parallel opposite sides. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിലെ കണ്ടോ, ഒരു പെയർ മാത്രമേ പാരലൽ ആയിട്ടുണ്ടാവുള്ളൂ. ഈ പെയർ മാത്രം പാരലൽ ആണ് അല്ലേ? ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണോ? അല്ല, ബട്ട് ഈ ഓപ്പോസിറ്റ് സൈഡ്സുകൾ പാരലൽ ആണ്. അപ്പോൾ ഒരു പെയർ മാത്രം എന്തായിരിക്കും? പാരലൽ സൈഡ്സ് ആയിട്ട് വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ സൈഡ്സുകൾ നമുക്ക് കൊടുക്കാം. ബി എന്നുള്ള സൈഡ്, എ എന്നുള്ള സൈഡായിട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ്, അതായത് പാരലൽ ആയിട്ടുള്ള സൈഡ്സ്, പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സിന് നമ്മൾ എന്ത് കൊടുക്കാം? എ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഈ രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. എന്താണ്? എച്ച് എന്ന് കൊടുക്കാം അല്ലേ? എന്താ കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം. രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാ എച്ച് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി, അതായത് 1/2 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. 1/2 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. അതായത് ഈ രണ്ട് പാരലൽ സൈഡ്സും ആഡ് ചെയ്യുക, അതിനെ ഇത് തമ്മിലുള്ള ഹൈറ്റ്, അതായത് ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ആവറേജ്. അപ്പം ഇങ്ങനെ തന്നെ ഇക്വേഷൻ പഠിക്കുക. എന്താണ്? 1/2 ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എയും ബിയും പാരലൽ സൈഡ്സ്, എച്ച് എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ നോക്കൂ, പേജ് നമ്പർ 173 ട്രൈ ദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഫോളോയിങ് ട്രപ്പീസിയം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാലോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതാ ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഇത് 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ബി എത്രയാണ് തന്നിട്ടുള്ളത്? അടിയിൽ 9 സെൻറ്റിമീറ്റർ. തമ്മിലുള്ള ഹൈറ്റ് എത്രയാണ് വരുന്നത്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? നമുക്കറിയാം ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്?
എന്താണ് ട്രപ്പീസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 3 ആണ് അല്ലേ? 3 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 7 + 9. 7 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 7 + 9 16. ഓക്കെ, ഈ 3നും 16 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് ഇവിടെ എന്താ ചെയ്യുക? ഈ 3നും സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? സോറി, ഇവിടെ 2 ആണ്. സോറി ഇത് 2 ആണ് അല്ലേ? 2. അപ്പോൾ ഈ 2നും 16 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 8 then 3 × 8 24 centimeter square. ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് ട്രപ്പീസിയം. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ദീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ ദെൻ നെക്സ്റ്റ് ഏരിയ ഓഫ് ജനറൽ ക്വാഡ്രിലാറ്ററൽ സെക്ഷൻ 11.4. സെക്ഷൻ 11.4. ലുക്ക്, സെക്ഷൻ 11.4 ഏരിയ ഓഫ് എ ജനറൽ ക്വാഡ്രിലാറ്ററൽ. യെസ്, ഇപ്പം നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ABCD എടുക്കാം. ABCD എന്നുള്ളൊരു ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നമുക്ക് ഈ ജനറൽ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഈ ABCD എന്നുള്ളൊരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ ഉണ്ട് അല്ലേ? അതിൽ നമുക്കൊരു എന്താ പറയുക, ഡയഗണൽ വരക്കാം. ഇതാ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഡയഗണൽ AC. ദെൻ ഈ ഡയഗണൽ ഈ വെർട്ടിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് H1 H2 എന്ന് കൊടുക്കാം. അതായത് ഈ ഡയഗണൽ ഈ വെർട്ടിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് H1, ഇവിടെ H2. ഈ ഡയഗണൽ ഈ വെർട്ടിക്സിൽ നിന്നുള്ളത് H2. അപ്പോൾ ഇതറിയാമെങ്കിൽ, അതായത് ഡയഗണലും അത് തമ്മിൽ ഓപ്പോസിറ്റ് വെർസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് H1 H2 അറിയാമെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം? ഇങ്ങനെ ഉപയോഗിക്കാം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AC, ഡയഗണൽ ആയിട്ടുള്ള AC അല്ലേ? ഹാഫ് ഇൻറ്റു AC. ആ AC ഡയഗണലാണ് അല്ലേ? ആ ഡയഗണൽ ഞാൻ D എന്ന് കൊടുക്കുകയാണ്. D ഇൻറ്റു H1 + H2. H1 + H2. ഓക്കെ, ഹാഫ് ഇൻറ്റു D ഇൻറ്റു H1 + H2. ക്ലിയർ ആയല്ലോ? ഹാഫ് ഇൻറ്റു D ഇൻറ്റു ഡയഗണലും പിന്നെ H1 + H2. അവ തമ്മിൽ ഈ H1ഉം H2 ആഡ് ചെയ്യുക. ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ എന്തായി? ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 1 ഒന്ന് ചെയ്യാം അല്ലേ? എക്സാമ്പിൾ 1 എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS ഷോ ഇൻ ഫിഗർ 11.11. അത് നിങ്ങൾ നോക്കുക. ഫിഗർ എങ്ങനെയാണ് ഫിഗർ വരുന്നത്? ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? ആ ക്വാഡ്രിലാറ്ററിൻ്റെ പേരെന്താണ്? PQRS. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഡിസ്റ്റൻസ് ഡയഗണൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 2.5ഉം 1.5. 2.5ഉം 1.5. ഡയഗണൽസിൻ്റെ ലെങ്തോ QS 5.5. QS 5.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ ആണ്. ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ഡയഗണൽ ഇൻറ്റു H1 + H2 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താണ്? 5.5 ആണ് അല്ലേ? QS അല്ലേ ഡയഗണൽ? അത് എത്രയാണ്? 5.5.
5.5 into h1 plus h2. h1 plus h2 എന്ന് പറയുമ്പോൾ ഇവിടെ 2.5 1.5 ആഡ് ചെയ്യും. 2.5 plus 1.5 is equal to half into 5.5 into 2.5 1.5 4 ആയിട്ട് വരും അല്ലേ? 4. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഈ 2നും 4നും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 5.5 into 2. 5.5 into 2 എന്താ വരിക? യെസ്, എന്താ വരുന്നു? 11 വരും അല്ലേ? ആൻസർ വിൽ ബി 11. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്? Area of a rhombus. Area of a rhombus. Area of rhombus. Area of rhombus. Area of rhombus നമുക്ക് നോക്കാം. Rhombus എന്ന് പറഞ്ഞാൽ എന്താണ്? What is rhombus? All sides are equal and opposite sides are parallel. ഇതാണ് the rhombus എന്ന് പറഞ്ഞാൽ. All sides are equal, opposite sides are parallel. Okay? Yes. അപ്പോൾ ഏരിയ ഓഫ് റോംബസ് നമുക്ക് എന്താ നോക്കാം. നമുക്കറിയാം റോംബസിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ട് ഈച്ച് അതർ ആണെന്ന് അല്ലേ? റോംബസിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ട് ഈച്ച് അതർ ആണെന്ന് നമുക്കറിയാം. കണ്ടോ? അറിയാം. അപ്പോൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. എന്താണ്? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ആണ് റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചെയ്യാം. റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എക്സാമ്പിൾ 2 ഒന്ന് ചെയ്യാം നമുക്ക്. ഓക്കെ, പേജ് നമ്പർ 175. റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 2 എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ് whose diagonals are of length 10 cm and 8.2 cm. ഡയഗണൽസ് d1 നമുക്ക് കൊടുക്കാം. d1 ഈക്വൽ ടു 10 cm, d2 ഈക്വൽ ടു 8.2 cm. 8.2 cm. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ ഇതാണല്ലേ, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. d1 എന്ന് പറഞ്ഞാൽ 10, d2 എന്ന് പറഞ്ഞാൽ 8.2. ഓക്കെ, ഇനി നമുക്ക് ഈ 2നും 5നും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10നും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5, then 5 into 8.2. ഓക്കെ, നമുക്ക് എന്ത് വരും? 41. എന്താ ആൻസർ വരുന്നത്? 41 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഡയഗണൽസിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ക്ലിയർ? എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? പേജ് നമ്പർ 175 ട്രൈ ദീസ് ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. ട്രൈ ദീസ് എന്നുള്ളത് ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 175 ട്രൈ ദീസ്. Okay students, see you next class. Thank you.